2019 ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ 2025 ആ കൊള്ള മറയ്ക്കാനുള്ള നീക്കമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നേരത്തെയുള്ള വിലയിരുത്തൽ. ആ വിലയിരുത്തലിനെ ശരിവെക്കുന്ന മൊഴികളും തെളിവുകളുമാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. 2025 ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ അഴിച്ചെടുത്തതിനു പിന്നിൽ ഗൂഢാലോചനയും ദുരുദ്ദേശവും ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ. ഇത് സാധൂകരിക്കുന്ന മൊഴികളും തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ദ്വാരപാലക പാളികൾ അഴിച്ചുമാറ്റുന്നത് സംബന്ധിച്ച് ദേവസ്വം മരാമത്തിനെ അറിയിച്ചിരുന്നില്ല. അങ്ങനെ അറിയിക്കാതിരുന്നത് ബോധപൂർവമെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നെങ്കിൽ അവർ കൃത്യമായി ഈ വിവരം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുമായിരുന്നു. അങ്ങനെ അത് ഹൈക്കോടതിയും അറിയുമായിരുന്നു. അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് മരാമത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ ഒളിച്ചുവെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് മരാമത്ത് ഉദ്യോഗസ്ഥരുടെയും ഒപ്പം മറ്റു ചില ഉദ്യോഗസ്ഥരുടെയും ഒക്കെ മൊഴികൾ SIT രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല 2025 ഈ പാളികൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു. അതെല്ലാം നീക്കി ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാനുള്ള നീക്കത്തിന് പിന്നിൽ ദേവസ്വം ബോർഡിലെ തന്നെ ഒരു ഉന്നതനാണെന്നാണ് SITക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മാത്രമല്ല ഈ പാളികൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി സജീവമായി ഇടപെട്ടിരുന്നു എന്നുള്ളതും SITക്ക് വ്യക്തമായിട്ടുണ്ട്. ഏതായാലും 2025 ഈ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യും. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെയും ദേവസ്വം ബോർഡ് അംഗം അജികുമാറിനെ അടക്കം ചോദ്യം ചെയ്യുകയും ചെയ്യും.